ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട്. ആ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞെടുത്താണ് എനിക്കെതിരെയുള്ള ഗൂഢാലോചന. കോടതി വിധി കേട്ട് പുറത്തിറങ്ങിയ ദിലീപ് ആദ്യം തന്നെ തുറന്നു പ്രതികരിച്ചത് തന്റെ ആദ്യ ഭാര്യയായ മഞ്ജു വാര്യർക്കെതിരെയാണ്. മഞ്ജുവാണ് തനിക്കെതിരെയുള്ള ഗൂഢാലോചനയ്ക്ക് പിറകിലെന്ന് ദിലീപ് ഒരു മാസ് പ്രസംഗം തന്നെ കാഴ്ചവെച്ചു. സംഭവം നടന്ന കാലം മുതൽ ഈ 8 വർഷവും അതിജീവിതയ്ക്കൊപ്പം കട്ടയ്ക്ക് നിന്ന ആളാണ് മഞ്ജു. പലരും മൊഴിമാറ്റി പറഞ്ഞപ്പോഴും സ്വന്തം മകളുടെ സമ്മർദ്ദത്തിൽ പോലും വീഴാതെ ദിലീപിനെതിരെയുള്ള മൊഴിയുമായി ഉറച്ചുനിന്നു മഞ്ജു. ദിലീപിന് അതിജീവതയായ പെൺകുട്ടിയോട് ഇത്രയും അധികം ആനപ്പകയുണ്ടാവാൻ കാരണം താനും കൂടിയാണെന്ന ചിന്ത മഞ്ജു വാര്യരെ അലട്ടിയിരുന്നു. കാവ്യയുമായുള്ള ദിലീപിന്റെ ബന്ധം മഞ്ജു അറിയുന്നത് ഈ നടിയിൽ നിന്നുമാണ്. മഞ്ജു ഒരുപാട് നിർബന്ധിച്ചതുകൊണ്ട് മാത്രമാണ് ആ നടി ഈ സത്യങ്ങളെല്ലാം മഞ്ജുവിനോട് പറഞ്ഞത്. അന്നു മുതൽ അവൾക്ക് തന്റെ കരിയർ ഉൾപ്പെടെ പലതും നഷ്ടമായി. അന്നു മുതൽ ഒരു സഹോദരിയെ പോലെ തന്നെ മഞ്ജു അതിജീവിതയ്ക്കൊപ്പം എപ്പോഴും കൂടെയുണ്ട്. അവർ അതെല്ലാം പുറത്തു പറയാൻ ധൈര്യം കാണിച്ചിരുന്നുവെങ്കിൽ പലരുടെയും തനി നിറം ഇതിനകം തന്നെ പുറത്തു വന്നിരുന്നു. ദിലീപിനെ കുറ്റവിമുക്തനാക്കി എന്ന വാർത്ത അതിജീവിതയ്ക്കും അവരുടെ കുടുംബത്തിനും അവരെ സ്നേഹിക്കുന്നവർക്കും മഞ്ജു വാര്യർക്കും ഒരുപോലെ നിരാശയുണ്ടാക്കുന്ന വാർത്തയാണ്. കോടതിയിൽ എന്തെല്ലാം തെളിവിന്റെ അഭാവമുണ്ടെന്ന് പറഞ്ഞാലും ചോറ് തിന്നുന്ന മലയാളികൾക്ക് ഇതിനകം സത്യം തിരിച്ചറിയാൻ കഴിഞ്ഞിരിക്കും. ദൈവത്തിന്റെ കോടതിയിൽ ഇതിനകം അവർക്കുള്ള ശിക്ഷയും വിധിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടാകും. ഒരുപാട് പേരാണ് അതിജീവിതയെയും മഞ്ജു വാര്യരെയും ആശ്വസിപ്പിച്ചുകൊണ്ട് രംഗത്ത്.